കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു കേസ്, അതായത് വേറൊന്നുമല്ല, ഡോക്ടർമാര്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് ആവശ്യമില്ലാത്ത ശരീരം കീറി മുറിക്കുന്നു. അതായത് ആ ഒരു കമ്മീഷൻ പൈസക്ക് വേണ്ടി, ആ ഒരു ഫാർമസ്യൂട്ടിക്കൽസിൽ, ആ ഒരു അമേരിക്കൻ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ ആ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കമ്മീഷന് വേണ്ടിയിട്ട് ആൾക്കാരുടെ ശരീരം വേണ്ടത് വേണ്ടാത്തൊക്കെ കീറി മുറിക്കുന്നു. ഓപ്പറേഷൻ 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 എന്ന് പറഞ്ഞിട്ട്. എന്റെ അമ്മയുടെ ഉൾപ്പെടെ 3.5 ലക്ഷം രൂപ ഓപ്പറേഷൻ, 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഇപ്പൊ അക്യുപെഞ്ചറിൽ പോയി ചെയ്തിട്ട് ആള് പുഷ്പം പോലെ ഓടി നടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, റീപ്ലേസ്മെന്റ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഒരു തിയറം ഉണ്ട്, ഈ പറയുന്ന ഇംഗ്ലീഷുകാർ ഏറ്റവും മഹത്വപ്പെട്ട ആൾക്കാർ നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും ലോക്കൽ ആൾക്കാർ. അതുതന്നെയാണ് ഇവിടുത്തെ കാണുന്ന യങ്സ്റ്റേഴ്സ് എല്ലാം മൈഗ്രേറ്റ് ചെയ്തു പോയി ഇവിടെ നാട് കൊല്ലെന്ന് പറഞ്ഞു നടക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദം, നമ്മുടെ അക്യുപെഞ്ചർ, ഇതുപോലെ ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ ഇതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കും ആ ഒരു ആരോഗ്യം നൽകുന്നതാണ്. മെഡിക്കലും ഈ പരിപാടിയെല്ലാം കഴിഞ്ഞു. ബുദ്ധിയുള്ളവരട്ട്, അല്ലാത്തവർ പിന്നെയും പോയിട്ട് ഈ മരുന്ന് കിട്ടായി കഴിക്കണ പോലെ പോയി കഴിക്കും, മരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലെല്ലാം ഇപ്പൊ കുഞ്ഞുങ്ങളെല്ലാം ആശുപത്രിയിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ പ്രായമുള്ളവർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. കാരണം എയർ പൊല്യൂഷൻ അത്രയ്ക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്ക് ഏറ്റവും വേണ്ടത് പ്രാണവായുവാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിഷം എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടൊന്നുമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ഡിസീസ് എല്ലാം വന്നു തുടങ്ങി. ഓക്കെ, അതായത് നമ്മുടെ കൈ, നമ്മുടെ മുഖം, ഇതെല്ലാം സ്കിൻ ഡിസീസ് ഒക്കെ ആയി കഴിഞ്ഞു. അപ്പൊ പണമുള്ളവർ എന്ത് ചെയ്യും? നേരെ സ്ഥലം വിടും. പണമില്ലാത്തവർ അവിടെ കിടന്ന് നരകിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നരകിക്കാൻ വിടാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബിസിനസ്സുകാരനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ജനറേഷൻ ആയിട്ടോ അല്ല, സമസ്ത പ്രപഞ്ചത്തിനും ആ ഒരു ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ആ ഒരു ആരോഗ്യം, ആയുസ്സുള്ള ഇതൊരു ജീവിതം, ഇതെല്ലാം നൽകണം. അതോടൊപ്പം തന്നെ ശുദ്ധമായ അറിവ്. ഇപ്പോഴത്തെ ആ ഒരു വിഡിത്തരമായിട്ടുള്ള അറിവല്ല. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന കുറെ തൊപ്പിയൊക്കെ വെച്ചിട്ട് വിടുന്ന കാണാം, കുറെ പുറത്തുള്ള 20 ലക്ഷം 30 ലക്ഷം കൊടുത്ത ആൾക്കാരെല്ലാം. അതെല്ലാം ജസ്റ്റ് ഫൂളിഷ്നെസ് ആണ്. അവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് ചിന്തിക്കണം. കാരണം ഇനി വരാൻ പോകുന്ന സാഹചര്യം യുഗമാണ്. എന്നിട്ട് പോലും ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു യങ്സ്റ്റേഴ്സും, കാരണം നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. കാരണം നമ്മൾ ചുറ്റുപാടും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരുന്ന് പോയി. പക്ഷെ ഞാൻ ഒരിക്കലും കംഫർട്ട് സോണിൽ നല്ല വളർന്നു വന്നത്. ഞാൻ നല്ല ടഫ് ആൻഡ് റഫായിട്ട് തന്നെ വളർന്നു വന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് കംഫർട്ട് ഇഷ്ടമല്ല. ഞാൻ ഒരു കൃഷിക്കാരനാണ്. ഞാൻ ശരീരം അനങ്ങുന്ന ഒരാളാണ്. 8 വർഷം ജിം ട്രെയിനറാണ്. അപ്പോൾ എനിക്ക്, ഞാൻ പറയല്ലേ, ആണുങ്ങൾക്കൊന്നും ഒരു താടിയോ മീശയോ ഒന്നും വന്നില്ല. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു 10 പുഷപ്പ് പോലും അടിക്കാൻ പറ്റില്ല. കാരണം അവർ അത്രക്ക് വീക്ക് മെൻ ആയിപ്പോയി. അപ്പൊ അത്ര വീക്ക് മെൻ ആകുമ്പോൾ വീക്ക് സെമൻ ഉണ്ടാവും. വീക്ക് സെമൻ ഉണ്ടാകുമ്പോൾ വീക്ക് ഫ്യൂച്ചർ ഉണ്ടാവും. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. കാരണം ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള അറിവും അതോടൊപ്പം തന്നെ പദ്ധതികളും എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സമസ്ത കാര്യങ്ങളും ശുദ്ധമായി കഴിയുമ്പോൾ ഞാനൊന്ന് വിശ്രമിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് നോർമൽ ലൈഫ് ആയിരിക്കും. പക്ഷെ എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു സ്കാനറാണ്. അതായത് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അവൻ കടന്നു വന്ന വഴിയിലൂടെ നോക്കുമ്പോൾ അവൻ്റെ ഇന്റേണൽ ഓർഗൻസ്, അവൻ്റെ ഭാവി, അവൻ്റെ ബ്രെയിൻ, ഇതെല്ലാം നശിക്കുന്ന കാര്യം എനിക്ക് തലയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കിവിടെ പെയിൻ വരും. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ഈ പെയിൻ മാറിയിട്ട് എനിക്ക് എവിടെയെങ്കിലും റിലാക്സ് ആയിട്ട് ജീവിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ ഈ എൻ്റെ ഹെലികോപ്റ്ററിൽ ഞാൻ പോകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് കാടായിരിക്കണം. കാടും ഈ പറയുന്ന കടലും ആ രീതിയിലായിരിക്കണം. അതിന്റെ ഇടയിലായിരിക്കും മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഞാൻ കൺവേർട്ട് ആക്കും. അപ്പൊ സമസ്ത പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആ ഒരു സുരക്ഷിതത്വം കിട്ടും, സംരക്ഷണവും കിട്ടും. അതോടൊപ്പം തന്നെ ശുദ്ധമായ പ്രാണവായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണവും നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ആയുരാരോഗ്യം ലഭിക്കും.